ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്ക കണ്ടിട്ട് വിചാരിക്കേണ്ട ഇന്നും ചക്ക വെക്കുന്ന വീഡിയോ ആണെന്നോന്ന് എല്ലാവരും വിചാരിക്കേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ദിവസം മുന്നേ ഈ പ്ലാവിന്ന് ചക്ക പറിച്ച് വെച്ചിട്ടേനെ. അപ്പോൾ ഇത് നല്ല വരിക്ക ചക്കയാണ്. അപ്പോൾ മേലത്തതും പഴുക്കാനായിന്. അപ്പോൾ അത് ഞാൻ പഴുക്കാനായോ എങ്ങനെയെല്ലാം വന്ന് നോക്കിയിട്ട് പോകുന്നതാണ്. അപ്പോൾ ആ ചക്ക പഴുത്തോന്നൊന്ന് നോക്കാം. ആ, അതാ അതിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. നോക്കിയില്ല, നോക്കിയോ. വരിക്കാൻ തോന്നുന്നേ. ചക്കയപ്പം ഉണ്ടാക്കാന് അത് വരിക്ക ചക്കയായിരിക്കും. ഇവിടെ മറ്റേ പഴഞ്ചക്ക ഉണ്ട്, അതുകൊണ്ട് ഉണ്ടാക്കാം. മുറിക്കുന്ന കത്തീന ചാക്കുണ്ടായിരുന്നല്ലോ ആടാ. മണത്ത് മണത്ത് അതിന്റെ അകത്ത് നല്ല ഇതെല്ലാം പോകും. മണത്ത് വലിച്ചെടുക്കും. അതിന്റെ സത്ത് സവിത മിന്നാന്ന് പറിച്ചു വെച്ച ചക്ക പഴുത്തിട്ടുണ്ട്. നമ്മൾ മുറിച്ചിട്ട് നോക്കട്ടെ. നല്ലോണം പഴുത്തി, നല്ല സ്മെല്ല്. നല്ല പഴുത്തില്ലേ? നല്ല മണമുണ്ടല്ലേ ഇതില്. ഇതെന്നാ അറിയാ സംഭവം? ഇതിന്റെ ഇത് വരെ എന്നാ ഇതിന് പറയാ നിങ്ങള്? ചവണി എന്ന് പറയാ, മകിണിയാ. അത് വരെ നല്ല കട്ടിയുള്ളതാ. അതിലും കുറവല്ലേ? ചക്കയപ്പം ഉണ്ടാക്കാന് മറ്റേ ചക്കയുണ്ട്, പഴഞ്ചക്ക, കൂഴച്ചക്ക. അതുണ്ട്, അതൊരു മുറി ഉണ്ട്, അതിനോണ്ടാക്കാം. ഇത് തിന്നാം. മധുരം കുറവാ. മഴ ഇങ്ങനെ മഴയായി ഉണ്ടെന്ന് തോന്നല്ലേ, വെള്ളം കുടിച്ചിട്ട്. തിന്നലും തുടങ്ങി, മുറിക്കലും തുടങ്ങി, തിന്നലും തുടങ്ങി. മധുരം കുറവല്ലേ? നല്ല ലുക്കുണ്ട്. മധുരം ഇല്ലാണ്ടൊന്നുമില്ല. ചക്ക അപ്പം ഉണ്ടാക്കാൻ മറ്റേ ചക്ക ഉണ്ടാ, പഴം ചക്ക അല്ലേ? ഇത് ഇതിനെ കൊണ്ട് ഉണ്ടാക്കാം കേട്ടാ. ചെറുങ്ങനെ ഇതിനുണ്ട ഈ ചക്കേന്റെ ഇതിനെന്താ പറയാ? സ്ത്രീയുടെ മനം മകിണി, നമ്മള് ചവണീന്ന് എന്താ പറയാ ഇതിന്? അതുവരെ നമുക്ക് തിന്നാട്ടാ. നല്ല വലിയതാന്ന് കേട്ടാ. ചക്കന്റെ ചുള പോലെ തന്നെ ഉണ്ട്. നല്ല ചുളേന്റെ അതേ മധുരവും കട്ടിയുള്ളതായത് ചുള പോലെ തന്നെ. പാത്രം പിള്ളേർക്ക് ചുള പോലെ തന്നെ ഉണ്ട് ചവണി. നല്ല മധുരം. സാധാരണ അതിന് കട്ടി ഉണ്ടാവൂലല്ലോ ചവണിക്ക്, പക്ഷേ ഇത് നല്ല കട്ടിയുണ്ട്. അറക്കൽ തന്നെ അറക്കല്. കത്തിക്ക് മൂർച്ചയില്ല, കത്തിയാളുടെ മൂർച്ചയില്ല. അമ്പാടിക്ക് അത് മതി. അപ്പൊ ചക്കപ്പാക്കണ്ടേ? ഇതും അതും അതൊക്കെ ഇപ്പൊ നേരം വരും. അപ്പൊ അപ്പോഴേക്ക് പിള്ളേർ വരും. ദേവുട്ടി വരും അപ്പോഴേക്ക് അമ്പാടിയിലേട്ടോ. അല്ല, ഇനി അതിലെന്തൊക്കെ ബാക്കി ഉണ്ടാവുക പിള്ളേർക്ക്? ഇതൊക്കെ പിള്ളേർക്ക് പേരും പറഞ്ഞിട്ട് ഇതാ ഇരിയുന്നു തിന്നുന്നു. നിങ്ങളല്ലേ മധുരമില്ല മധുരമില്ല പറഞ്ഞേ.
കുഴയുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് നേരത്തെ പറിച്ച് വെച്ച അയ്യനും കേട്ടാ. എന്തായാലും നിങ്ങൾ മുറിച്ചില്ല, ഇനി ഇതും കൂടെ മുറിക്കേ. ഇത് അപ്പം ഉണ്ടാക്കാം. കഴിഞ്ഞ ഇത് കഴിഞ്ഞ അത് കഴിഞ്ഞ കാണാൻ എന്ത് നല്ല ചോള. ഉള്ളിന്ന് മാത്രം എടുത്താലേ, സൈഡിലത്തെ വേണ്ട. ഈ ഉള്ളിന്ന് മാത്രമല്ലേ വേണ്ടു. അപ്പം ഇതാ നമ്മൾ തിന്നാനും നമ്മൾ ചക്ക അപ്പാക്കാനും. ഏതായാലും നിങ്ങൾ മുറിച്ചിത്രയാക്കിയില്ല, അതും കൂടെ വൃത്തിയാക്കിക്കോ. അപ്പോൾ നമുക്ക് ചക്കയപ്പാക്കേ. ഇത് പഴഞ്ചക്കയാണ്. പഴഞ്ചക്ക, കൂഴച്ചക്ക എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ അത്, പിന്നെ തേങ്ങ, വെല്ലം, ഇത് മൂന്നുമാണ് വേണ്ടത്. പിന്നെ കുറച്ച് ഏലക്കായും കൂടെ വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചക്കേൻ്റെ കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടാകുമ്പോൾ ചക്കയും വെല്ലവും കൂടെ ഒരുമിച്ച് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 3-4 ഏലക്കായും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. പിന്നെ നമ്മൾ സാധാരണ നമ്മൾ അടക്കെല്ലാം വേണ്ടിയിട്ട് കുഴക്കും പോലെ ഇതിലേക്ക് അരിപ്പൊടി ഇട്ടിട്ട്, പിന്നെ നമ്മൾ മധുരം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അരിപ്പൊടി നമ്മൾ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരിപ്പൊടിയും ഇട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ അടേൻ്റെ എല്ലാം പാകത്തിന് കുറച്ച് ലൂസായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ അരക്കുന്നതിൽ തേങ്ങ ഇടണ്ട, അല്ലാണ്ട് നമ്മളിപ്പോൾ കൂട്ടിയിട്ട് ഇത് അരിപ്പൊടി ഇട്ടിട്ട് കുഴക്കൂലേ, കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ തേങ്ങയും കൂടെ കൂട്ടിയിട്ട് കുഴച്ചെടുക്കുക. ഇനി പിന്നെ നമ്മൾ സാധാരണ അട പരത്തും പോലെ ഇലയിൽ, വാഴയിലയിൽ പരത്തിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി, എളുപ്പമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചക്കയപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് തണിഞ്ഞിട്ട് തിന്നുന്നതാണ് ടേസ്റ്റ്. ചൂടോടെ ആകുമ്പോഴേ കുറച്ചൊരു പറ്റലുണ്ടാവും. അപ്പോൾ നമ്മൾ തണിഞ്ഞിട്ട് തിന്നാൽ കുറച്ചൊരു ഉറപ്പുണ്ടാവും. അപ്പോൾ ദേവൂട്ടിക്ക് കൊടുക്കുന്നതാണ്. ദേവൂട്ടിക്ക് ചക്കയപ്പം ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.